ബിഗ് ബോസ് മലയാളം സീസൺ 8 മുന്നോടിയായി സാധാരണക്കാർക്കായി അഗ്നിപരീക്ഷ എന്ന പേരിൽ ഒരു പ്രീ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാന സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തവണ അഗ്നിപരീക്ഷ എന്നൊരു പ്രീ ഷോ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 മുതൽ അഗ്നിപരീക്ഷ ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റ് ചാനലിലും കാണാൻ സാധിക്കും. ഈ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്നവരെല്ലാം കോമണർ മത്സരാർത്ഥികളാണ്. അപേക്ഷകർ നൽകുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒടുവിൽ 40 അല്ലെങ്കിൽ 45 പേരാണ് അഗ്നിപരീക്ഷയിലുണ്ടാവുക. ഇവർ ഷോയിൽ മാറ്റുരയ്ക്കും. ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന 40 സാധാരണക്കാരാണ് അഗ്നിപരീക്ഷയിൽ മാറ്റുരയ്ക്കുക. 21 എപ്പിസോഡുകളിലായി സംപ്രേഷണം ചെയ്യുന്ന ഷോയിൽ പ്രേക്ഷകർക്ക് വോട്ടിലൂടെ മത്സരാർത്ഥികളെ പിന്തുണയ്ക്കാനുള്ള അവസരമുണ്ടാകും. മുൻ ബിഗ് ബോസ് വിജയി അഖിൽ മാരാർ, മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ്, മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റിയ സലീം എന്നിവരാണ് അഗ്നിപരീക്ഷയുടെ ജഡ്ജിമാർ. മുൻ മത്സരാർത്ഥിയായ റെനീഷ റഹ്മാനാണ് ആങ്കറായിട്ട് എത്തിയിരിക്കുന്നത്. ജഡ്ജസ്മാരെ വെൽക്കം ചെയ്തതിന് ശേഷം റെനീഷ പറയുന്നുണ്ട്, ഞാൻ 40 കണ്ടസ്റ്റൻറ്റുകളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവർക്കൊരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കണ്ടസ്റ്റൻറ്റുകളെയുമായിട്ട് ഞാൻ തിരിച്ച് അകത്തേക്ക് തന്നെ വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അഗ്നിപരീക്ഷയുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന 40 മത്സരാർത്ഥികളിൽ 30 പേരും ഓഡിഷനിലൂടെ സെലക്ട് ചെയ്യപ്പെട്ട ചുണക്കുട്ടികളാണെന്ന് റെനീഷ പറയുന്നുണ്ട്. ആ 30 മത്സരാർത്ഥികളെയാണ് ആദ്യം അകത്തേക്ക് വിളിക്കുന്നത്. ഈ 30 കണ്ടസ്റ്റൻറ്റുകളെ കൂടാതെ 5 പേർ വന്നിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ വന്ന ചുണക്കുട്ടികളായ 5 പേരാണ്. ബാക്കിയുള്ള 5 പേർ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികളാണ്. 40 മത്സരാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 20 മത്സരാർത്ഥികൾക്കായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു പൂട്ടിൻ്റെയും താക്കോലിൻ്റെയും ഒരു ടാസ്ക് ആയിരുന്നു അത്. 20 എണ്ണം മാത്രമാണ് പൂട്ടും ഉള്ളത്, താക്കോലും ഉള്ളത്. ഈ 40 പേരിൽ നിന്നും 20 പേരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ടാസ്ക്കാണിത്. അതിൽ കറക്റ്റായിട്ടുള്ള താക്കോൽ ഉപയോഗിച്ച് ആരാണോ പൂട്ട് തുറക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന 20 പേർക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. റെനീഷ ടാസ്ക് ലീഡർ എല്ലാവരെയും വിശദമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ടാസ്ക് ആരംഭിക്കുകയാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇതിലുള്ള ക്ലൂ കറക്റ്റാണെങ്കിൽ മാത്രമേ ആ പൂട്ട് തുറക്കാൻ പറ്റൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കണമെന്ന് റെനീഷ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. ടാസ്ക് സ്റ്റാർട്ട് പറഞ്ഞതും ഭയങ്കരമായ ഒരു ബഹളമായിരുന്നു. എല്ലാവരും കൂടെ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. കുറേ പേർക്ക് താക്കോല് കിട്ടി, കുറേ പേർക്ക് ക്ലൂ കിട്ടുന്നില്ല. അങ്ങനെയുള്ള തർക്കത്തിനിടയിൽ ഏതോ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ താക്കോല് മറ്റൊരാൾ വാങ്ങിയിട്ട് തുറക്കാമെന്നുള്ള വ്യാജേന കൈക്കലാക്കുന്നുണ്ട്. പക്ഷേ അയാളത് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അത് ഞാൻ എന്തായാലും ഇവിടെ വരെ എത്തിയെങ്കിൽ ഇത് കിട്ടാതെ ഞാൻ പിന്നിലേക്ക് പോകുന്നില്ലെന്ന് പറയുന്നുണ്ട്. പൂജ എന്നാണ് അതിൻ്റെ പേര്. തൃശ്ശൂരിൽ നിന്ന് വന്ന കണ്ടസ്റ്റൻ്റാണ്. തുടക്കം തന്നെ ഭയങ്കര ഒരു ബഹളവും കാര്യങ്ങളും ആയിരുന്നു. ആ പൂജയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നൊരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാനിത് തുറന്ന് തരാമെന്ന് പറഞ്ഞിട്ടാണ് പൂജയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കുന്നത്. പിന്നെ പൂജ 2-3 തവണ ചോദിച്ചിട്ടും പുള്ളി ആ താക്കോല് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ ചെറിയൊരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. തർക്കത്തിനിടയിൽ റെനീഷ വന്ന് ചോദിക്കുന്നുണ്ട്, ക്ലൂ ഉണ്ടോ, ചാവി ഉണ്ടോ? അപ്പോൾ പറയുന്നുണ്ട്, പൂജ പറയുന്നുണ്ട്, ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാവി കൊടുത്തത്. അവൻ്റെ ഈ ക്ലൂ ഇല്ല, ഇതെൻ്റെ ചാവിയാണ്, അപ്പോൾ ഹെൽപ്പ് ചെയ്യാനല്ല, അവനല്ലാതെ എടുത്തതാണെന്ന് പറയുന്നുണ്ട്. റെനീഷ പറയുന്നുണ്ട്, പൂജയ്ക്ക് ക്വസ്റ്റ്യനും ഉണ്ട് ആൻസറും ഉണ്ട്, 2 ക്ലൂവും പൂജയുടെ കൈവശമുണ്ട്. അപ്പം പൂജയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാ കണ്ടസ്റ്റൻറ്റുകളും പറയുന്നുണ്ട്, ശരി അങ്ങനെ ചെയ്യാമെന്ന്. കാരണം പൂജ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിത് നേടാതെ പുറകെ മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് പൂജ ഒരുപാട് കീ ഉപയോഗിച്ച് തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കീയും കൂടി ഇട്ടിട്ട് ജാമായതാണെന്ന് തോന്നുന്നു. ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. റെനീഷ് ചോദിക്കുന്നുണ്ട്, 2 ക്ലൂ എന്താ, അത് രണ്ടും ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് തരുന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അത് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും കാണിക്കാൻ പറയുന്നുണ്ട് റെനീഷ. അപ്പോൾ പൂജ എല്ലാവരെയും കാണിച്ചു കഴിയുമ്പോൾ റെനീഷ പറയുന്നു, പൂജയ്ക്കൊരു ചാൻസ് കൂടി കൊടുക്കാമെന്ന് റെനീഷ പറയുന്നുണ്ട്. അങ്ങനെ വിജയിച്ച 19 പേരുടെ ഒപ്പം പൂജയും കൂടെ പോയി നിൽക്കാൻ റെനീഷ പറയുന്നുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി 20 പേരാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഓരോ കണ്ടസ്റ്റൻറ്റും കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും റെനീഷ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവരവർക്ക് കിട്ടിയത് എന്താണോ അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. ആദ്യത്തെ ടാസ്കിൽ വിജയിച്ച 20 കണ്ടസ്റ്റൻറ്റിനെയുമായിട്ട് റെനീഷ അകത്തേക്ക് വരികയാണ്. ജഡ്ജസിനെ പരിചയപ്പെടുത്തുകയാണ്. ഇവരാണ് ആ വിജയിച്ച 20 കണ്ടസ്റ്റൻറ്റ്. തിരഞ്ഞെടുക്കപ്പെട്ട 40 പേരിൽ നിന്നും വീണ്ടും ടാസ്കിലൂടെ വിജയിച്ച 20 പേരാണിവർ. ബാക്കി 20 പേരെ പുറത്തു തന്നെ ഇരുത്തിയിട്ടുണ്ട്. അവരെ എന്താ വേണ്ടതെന്നുള്ളത് പിന്നീട് നമുക്ക് ആലോചിക്കാമെന്ന് റെനീഷ രഞ്ജിനി ഹരിദാസിനോട് പറയുന്നുണ്ട്. അഖിൽ മാരാറും രഞ്ജിനി ഹരിദാസും റിയ സലീമും കണ്ടസ്റ്റൻറ്റുകളോടായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
അടുത്തതായി അഗ്നിപരീക്ഷയിൽ ഒരു സർപ്രൈസ് ടൈമാണെന്ന് റെനീഷ പറയുന്നുണ്ട്. ഇതൊരു ഇൻഫിനിറ്റി പെൻഡൻ്റാണ്. ഒരുപാട് ശക്തിയും അതിലേറെ പ്രിവിലേജുമുള്ള ഒരു പെൻഡൻ്റാണിതെന്ന് റെനീഷ പറയുന്നുണ്ട്. നിങ്ങളിതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രകടനം വിലയിരുത്തിയിട്ട് ഉറപ്പായിട്ടും ജഡ്ജസ് നിങ്ങൾക്ക് ഈ പെൻഡൻ്റ് തരും. ആ പെൻഡൻറ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം ജഡ്ജസിനോടായിട്ട് റെനീഷ പറയുന്നുണ്ട്, ജഡ്ജസ് നിങ്ങൾ 3 പേരും ഓരോ ടീമായിട്ട് തിരിക്കാൻ പറ്റുമോ? ഈ കണ്ടസ്റ്റൻറ്റുകളെ 3 ടീമായിട്ട് തിരിക്കുന്ന കാര്യമാണ് റെനീഷ പറയുന്നത്. അപ്പം റിയാസിൽ നിന്ന് തുടങ്ങട്ടെന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. ആദ്യം റിയാസ് ഒരാളെ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം രഞ്ജിനി ഹരിദാസ്, അതിനുശേഷം അഖിൽ മാരാർ. അങ്ങനെ 3 പേരും ഓരോ കണ്ടസ്റ്റൻറ്റുകളെ ഇങ്ങനെ സെലക്ട് ചെയ്തു അവരുടെ ടീമുകളാക്കി മാറ്റുന്നുണ്ട്. 3 ജഡ്ജസ്മാരും അവരവരുടെ ടീമുകളെ തിരഞ്ഞെടുത്തതിന് ശേഷം രഞ്ജിനി ഹരിദാസിന് കിട്ടിയ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻറ്റുകളെല്ലാം ലേഡീസാണ്. ഓരോ ജഡ്ജസിൻ്റെയും കണ്ടസ്റ്റൻറ്റുകളെ വെച്ചിട്ട് ടാസ്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് ടാസ്കിൽ 4 പേരാണ് ഔട്ടായിരിക്കുന്നത്, 3 പേരുടെ ടാസ്കിൽ വിജയിച്ചു. അതിൽ വിജയിച്ച ഒരാൾക്ക് മാത്രമാണ് പെൻഡൻറ്റ് കിട്ടുന്നത്. അതാരാണെന്നുള്ളത് ജഡ്ജസാണ് തീരുമാനിക്കുന്നത്. ഗ്ലാസിൻ്റെ പിരമിഡ് ഉണ്ടാക്കുന്ന ആ ടാസ്കിനകത്ത് 3 പേരിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് ഇൻഫിനിറ്റ് പെൻഡൻറ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രണവ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റാണ്. ജഡ്ജസ് ആണെങ്കിൽ കണ്ടസ്റ്റൻറ്റിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ നെഗറ്റീവ് പോയിൻ്റ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കണ്ടസ്റ്റൻറ്റുകളും ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെഴുതി കൊടുത്തിരിക്കുന്നതും പറയുന്നതും കൂടി തമ്മിൽ വ്യത്യാസമുണ്ട്. രഞ്ജിനി ഹരിദാസ് ഒരു കണ്ടസ്റ്റൻറ്റിനോട് ചോദിക്കുന്നുണ്ട്, മുൻ കണ്ടസ്റ്റൻറ്റുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന്. അപ്പം ചേച്ചിയാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട്. വർഷ എന്നാണ് ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര്. അപ്പോൾ രഞ്ജിനി ആ ഒരു ലെറ്റർ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരല്ല, ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ റിമി ടോമിയുടെ പേരാണ് വർഷ അവിടെ എഴുതി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് രഞ്ജിനി ഹരിദാസ് എന്നാണ്. അഗ്നിപരീക്ഷ തുടക്കത്തിൽ തന്നെ കണ്ടസ്റ്റൻറ്റുകളും ജഡ്ജസും തമ്മിലും നല്ല പൊരിഞ്ഞ പോരാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അഖിൽമാരാരും റിയാസുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. റിയാസിനെ കളിയാക്കിക്കൊണ്ട് രഞ്ജിനി പറയുന്നുണ്ട് ഓരോ ഡയലോഗുകൾ. കണ്ടസ്റ്റൻറ്റുകളോട് ഓരോന്ന് ചോദിക്കുന്ന സമയത്തും അഖിൽമാരാരെ കളിയാക്കിക്കൊണ്ടാണ് രഞ്ജിനി ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് അഖിൽമാരാരും കണ്ടസ്റ്റൻറ്റുകളോട് ചോദിക്കുന്ന ചോദ്യം രഞ്ജിനിയെ കൊള്ളുന്ന കണക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റിയാസും അഖിൽമാരാരോടുള്ള സംഭാഷണമാണ് ഭയങ്കര വലിയ തർക്കത്തിലോട്ട് പോകുന്ന കണക്കുള്ള സംഭാഷണം ചെയ്യുന്നത്. റെനീഷ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലിങ്ങനെ തല്ലുകൂടരുത്, നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ടസ്റ്റൻറ്റുകൾ കാണാതെ വേണം കേട്ടോ, അവരുടെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം, അല്ലാതെ നിങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ പാടില്ല എന്നൊക്കെ റെനീഷ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത് എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ വിശദമായിട്ട് കാണാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.